പുൽവാമ ഭീകരാക്രമണത്തിൽ ശക്തമായി തിരിച്ചടിച്ച് ഇന്ത്യ. പാക് അധീന കാശ്മീരിലെ ഭീകര താവളത്തിൽ ആക്രമണം നടത്തി. പുലർച്ചെ 3:30 ആക്രമണം നടന്നതെന്നാണ് സൂചന. ഭീകര താവളം പൂർണ്ണമായും തകർത്തു. ഇന്ത്യൻ വ്യോമസേന അതിർത്തി കടന്നെന്ന് ആരോപിച്ച് പാകിസ്ഥാൻ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് നിർണായകമായ ആക്രമണ വിവരം പുറത്തുവരുന്നത്. തിരിച്ചടി തുടങ്ങിയതോടെ വിമാനങ്ങൾ തിരിച്ചു പറന്നെന്നും പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു. പാക് സേനാ വക്താവ് മേജർ ജനറൽ ആസിഫ് ഗഫൂറാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. കാശ്മീരിലെ ഭീകര താവളങ്ങളിൽ ഇന്ത്യൻ സേന ആക്രമണം ശക്തമാക്കിയതോടെ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ പാകിസ്ഥാനും ലംഘിച്ചിരുന്നു. ജെയ്ഷയുടെ ഏറ്റവും വലിയ ഭീകര പരിശീലന കേന്ദ്രമാണിത്. വലിയ നാശനഷ്ടങ്ങൾ ഇന്ത്യ പാകിസ്ഥാനിൽ ഉണ്ടാക്കിയെന്നാണ് സൂചന. വരും ദിനങ്ങളിലും ഇത് തുടരും. വ്യോമസേനയെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയാണ് ആക്രമണ വിവരം പുറത്തുവിട്ടത്. എന്നാൽ ലോകത്തിനു മുന്നിൽ മാനം കെടാതിരിക്കാനാണ് പാകിസ്ഥാൻ ഈ നിലപാട് തൽക്കാലം സ്വീകരിച്ചിരിക്കുന്നത്. പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം നിരവധി ഭീകരരും അവരുടെ സംരക്ഷണമൊരുക്കിയ പാക് സൈനികരും കൊല്ലപ്പെട്ടു എന്നതാണ്. അമേരിക്ക, റഷ്യ, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾ സ്വീകരിക്കുന്ന ആക്രമണ രീതിയിലേക്കാണ് ഇന്ത്യ മാറിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ സകല പ്രതിരോധ സംവിധാനങ്ങളും തകർത്താണ് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്ന് ആക്രമണം നടത്തിയിരിക്കുന്നത്. കശ്മീരിലെ ഭീകര താവളങ്ങളിൽ ഇന്ത്യൻ സേന ആക്രമണം ശക്തമാക്കിയതോടെ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ പാകിസ്ഥാനും ലംഘിച്ചിരുന്നു. രജൌജിയിലും പൂഞ്ചിലും അതിശക്തമായ വെടിവെപ്പാണ് നടക്കുന്നത്. പുൽവാമ ആക്രമണത്തിൽ ശക്തമായി തിരിച്ചടിക്കാനുള്ള തീരുമാനമെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ ഡൽഹിയിൽ മോദിയുടെ വസതിയിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് എത്രത്തോളം സജ്ജീകരണങ്ങൾ തയ്യാറായിട്ടുണ്ടെന്ന് മോദി ആരാഞ്ഞു. തുടർന്നാണ് വ്യോമ അതിർത്തി ലംഘിച്ച് ഭീകരരുടെ ക്യാമ്പുകൾ ആക്രമിച്ച് തിരിച്ചുവരാൻ തീരുമാനമെടുത്തത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.